ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പ്രത്യാശയുടെ 6 പടികളെക്കുറിച്ചാണ്. നമ്മളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനവധി പടികളിലൂടെ ഇറങ്ങുകയും അനവധി പടികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിയുവാൻ 2024 9-ാമത്തെ ദിവസത്തിൻ്റെ ഈ വൈകിയ സമയത്ത് പ്രത്യാശയുടെ 6 പടികളെക്കുറിച്ച് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പ്രത്യാശയുള്ള ഒരു ദൈവപൈതലിൻ്റെ ഒന്നാമത്തെ പടിയാണ് വിശുദ്ധമായ നടപ്പ്. വിശുദ്ധമായ നടപ്പ് എന്ന് പറയുമ്പോൾ പല ഭക്തരും ചിന്തിക്കുന്നത് ദേവാലയത്തിൽ പോകുന്നത് മാത്രമാണ് വിശുദ്ധമായ നടപ്പ് എന്ന്. ഒരിക്കലുമല്ല. നാം ദൈനംദിന ജീവിതത്തിൽ നാം എവിടെയായിരുന്നാലും എവിടെ പ്രവർത്തിച്ചാലും കൃഷിയിടങ്ങളിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധമായ നടപ്പ് ആവശ്യമാണ്. ആഴ്ചയിൽ 168 മണിക്കൂറുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. എന്നാൽ വിശുദ്ധമായ നടപ്പോടെ നാം ഓരോരുത്തരും എത്രമാത്രം സമയം, എത്രമാത്രം കാര്യക്ഷമതയോട്, എത്രമാത്രം ഉത്സാഹത്തോട്, എത്രമാത്രം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ട് എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ സംഗതിയാണ് വിശുദ്ധമായ നടപ്പ്. നമ്മൾ ഇന്ന് പാടിയ പാട്ടിൽ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല, തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നു, ഒരുങ്ങിയിടാം എന്ന് നമ്മൾ പാടി. എന്നാൽ വിശുദ്ധമായ നടപ്പിന് ഒരു ഒരുക്കം ആവശ്യമാണ്. എന്താണ് ഒരുക്കം? ശാരീരികമായ ഒരുക്കമല്ല, ആന്തരികമായ ഒരു ഒരുക്കം ആവശ്യമാണ്. ആന്തരിക ഹൃദയങ്ങളെ ശോധന ചെയ്ത് മെനയുന്നവനായ ഒരു കർത്താവുണ്ടെന്നും ആ കർത്താവിൻ്റെ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും പുലർത്തുന്നത്, നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നത്, നമ്മെ ഓരോരുത്തരെയും സ്നേഹനിധിയായി പുലർത്തുന്നത്. ആ പുലർത്തുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ പ്രത്യാശയുടെ 6 പടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് വിശുദ്ധമായ നടപ്പ്. രണ്ടാമതായി സൂക്ഷ്മതയോടെ ഉള്ള നടപ്പ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. സൂക്ഷ്മതയോടെ ഉള്ള നടപ്പാണ് ഒരു ദൈവ പൈതലിന് ആവശ്യം. ഒരു പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന് ആവശ്യം. ഒരു അമ്മ അല്ലെങ്കിൽ മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ച് ചെറുപ്പത്തിൽ മുതൽ നടത്തുന്നത് വളരെ സൂക്ഷ്മതയോടെയാണ്. എന്നാൽ അതിനപ്പുറമായി സൂക്ഷ്മതയോടെ കരുതുന്ന ഒരു ദൈവമുണ്ട്, സൂക്ഷ്മതയോടെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം ഓരോരുത്തരും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ നടക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ 2 ഗുണങ്ങൾ വേണം. ഒന്ന്, സ്വയം സ്നേഹിക്കണം. 2, സന്തോഷ സ്നേഹിയായിരിക്കണം. സ്വയമായി സ്നേഹിക്കാതെ നമുക്കറിയാം, നമ്മൾ സൂക്ഷ്മതയോടെ നടന്നില്ല എങ്കിൽ എവിടെയും വീഴും. അതുകൊണ്ട് നാം നമ്മെ തന്നെ സ്വയം സ്നേഹിപ്പാൻ, എന്നെ സ്നേഹിച്ചവനായ ഒരു കർത്താവുണ്ട്, ആ കർത്താവ് സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്ന ബോധ്യത്തോടെ സൂക്ഷ്മതയോടെ നടപ്പാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് സന്തോഷ സ്നേഹി. കർത്താവ് ഫിലിപ്പിയർ 4 പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന്. എന്നാൽ സന്തോഷ സ്നേഹം ഉണ്ടാകണമെങ്കിൽ സൂക്ഷ്മതയോടെ നടക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം. സന്തോഷ സ്നേഹമാകണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതൽ ദൈവഭക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം.
ദൈവഭക്തിയിൽ അധിഷ്ഠിതമാകുമ്പോഴാണ് വ്യക്തിക്ക് ദൈവഭക്തി ജീവിപ്പാൻ സാധിക്കുന്നത്. നാം സ്വയം സ്നേഹിക്കണമെങ്കിൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ സന്തോഷത്തോടെ വസിപ്പാൻ സാധിക്കൂ. ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ നാം നോക്കുമ്പോൾ ചില ആളുകൾ ദേവാലയത്തിൽ ഇരിക്കുന്നത് വാടിയ മുഖത്തോടാണ്. പ്രസന്നമായ മുഖത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ട ജനം, പ്രസന്നമായ മുഖത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ജനം വാടിയ മുഖത്തോടും കടന്തൽ കുത്തിയ മോന്തയോടും കൂടെ ആരാധിപ്പാൻ ഇരിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന ജനം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനം, പ്രത്യാശയുള്ള ഒരു ദൈവ പൈതൽ സൂക്ഷ്മതയോടെ നടക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇതുവരെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 വിശുദ്ധമായ നടപ്പ്, 2 സൂക്ഷ്മതയോടെയുള്ള നടപ്പ്, 3 സുസ്ഥിരമായ നടപ്പ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. എഫേസ്യർ 5. ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൽ ഓരോ 5 വർഷം കഴിയുമ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും വരും. സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങൾക്ക് വോട്ട് തരൂ, പല പ്രകടന പത്രികകളുമായിട്ട് വരും. എന്നാൽ ദൈവം പറയുന്നത്, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരു സുസ്ഥിരമായ നടപ്പ് ആവശ്യമാണ്. ആ സുസ്ഥിരമായ നടപ്പ്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. സുസ്ഥിരമായ നടപ്പുണ്ടാകുന്ന വ്യക്തി വെളിച്ചത്തിൽ ജീവിക്കുവാൻ സാധിക്കണം. വെളിച്ചത്തിൽ ജീവിക്കണമെങ്കിൽ നേരായ പാതയിൽ ജീവിക്കുന്ന ഒരാൾക്ക് വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിക്കും. അങ്ങനെ വെളിച്ചത്തിൻ്റെ മക്കളാകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നിർമ്മലീകരിക്കുന്നതിലൂടെയാണ് വെളിച്ചത്തിൽ കടക്കുവാൻ സാധിക്കുന്നത്. തുളസിദാസിൻ്റെ ദോഹയിൽ പറയുന്നു, ജിസ്കെ ഹൃദയമേ സത്യ ഹേ ഉസ്കെ ഹൃദയമേ ഈശ്വർ നിവാസ് കർത്താ ഹേ. ആരുടെ ഹൃദയത്തിലാണോ സത്യമുള്ളത് അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. ആരുടെ ഹൃദയത്തിലാണോ സത്യമുള്ളത് അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ അന്വേഷിക്കുന്ന ആളുകളാണോ, സത്യം മനസ്സിലാക്കി ജീവിക്കുന്നവരാണോ, സത്യത്തെ യഥാർത്ഥമായി തിരിച്ചറിവോടെയാണോ നാം കാണുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആരുടെ ഹൃദയത്തിൽ സത്യമുള്ളോ അവിടെയാണ് ദൈവം വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സുസ്ഥിരമായ നടപ്പ് സാധ്യമാകണമെങ്കിൽ സത്യമുണ്ടാകണം. സത്യത്തെ ത്യജിക്കുന്നതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് 2 രീതിയിൽ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് പറയുന്നത്. ഒന്ന് ക്രിസ്തുവിനെ ഹനിക്കുന്നവരും, മറ്റൊന്ന് ക്രിസ്തുവിനെ സേവിക്കുന്നവരും. നാം ക്രിസ്തുവിനെ ഹനിക്കുന്നവരാണോ, ക്രിസ്തുവിനെ സേവിക്കുന്നവരാണോ? ക്രിസ്തുവിനെ ഹനിക്കുന്നവരാണെങ്കിൽ നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരാണ്. അതേസമയം സത്യത്തെ തിരിച്ചറിയുന്നവരാണെങ്കിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്. അങ്ങനെ സേവിക്കുന്നവരാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ടാകണം. ആ വെളിച്ചം സത്യമായിരിക്കണം. ആ സത്യമുള്ളിടത്താണ് ഒരു സുസ്ഥിരമായ നടപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിളക്കാകുന്ന കണ്ണ്, പ്രകാശം പരത്തുന്നതായ കണ്ണ്, കാണേണ്ടതിനെ കണ്ടുകൊണ്ടും മനസ്സിലാക്കേണ്ടതിനെ മനസ്സിലാക്കിക്കൊണ്ടും ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. കാണേണ്ടവനെ കണ്ടുകൊണ്ട് ജീവിപ്പാതെ, ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാതെ ജീവിതത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചോടുന്ന അനവധി ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാൽ ഓടുന്ന ആളുകളുടെ മധ്യത്തിൽ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മാറ്റി വിളിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. കാണേണ്ടവനെ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടവനായ ഒരു ദൈവമുണ്ട് എന്ന പ്രത്യാശയോടെ
നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സുസ്ഥിരമായ നടപ്പുണ്ട്. ആ സുസ്ഥിരമായ നടപ്പ് എന്നും എന്നേക്കും നടത്തുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസമുള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ സാധിക്കൂ. നമ്മൾ പാടും, ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്കായി എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു അങ്ങനെ ശോഭിക്കണമെങ്കിൽ സുസ്ഥിരമായൊരു നടപ്പ് നിൻ്റെ ജീവിതത്തിൽ വേണം. നിൻ്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് വേണം. യേശു കർത്താവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവൻ എന്നെ പുലർത്തുവാൻ മതിയായ ദൈവമാണ്. അവനാണ് നിർണയപ്രകാരം എന്നെ വിളിച്ചത് എന്ന ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവത്തായി കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇതുവരെ പ്രത്യാശയുടെ 3 പടികളെക്കുറിച്ചാണ് പറഞ്ഞത്. 1, വിശുദ്ധമായ നടപ്പ്. 2, സൂക്ഷ്മതയോടുള്ള നടപ്പ്. 3, സുസ്ഥിരമായ നടപ്പ്. 4, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയോട് യുദ്ധം ചെയ്യണം. ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. സംസ്കാരങ്ങൾ തമ്മിൽ യുദ്ധത്തിൻ്റേതായ പശ്ചാത്തലമുണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയോട് യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ, മായയായ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എന്നെയും നിന്നെയും മാറ്റുരയ്ക്കുന്നവനായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തീയ ജീവിതം പ്രശ്നരഹിതമല്ല. യേശു കർത്താവ് കഷ്ടത അനുഭവിച്ചതുപോലെ അതിജീവനത്തിനുള്ള ജീവിതക്രമം നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം കഷ്ടത, സഹിഷ്ണുതയും സിദ്ധത, പ്രത്യാശയും ഉളവാക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ പാടും, കഷ്ടങ്ങൾ കണ്ണുനീർ പാടാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതാനുഭവങ്ങളിൽ ഉള്ളം തുറന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവദാസന്മാർ, ദൈവവിശ്വാസികൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യുമ്പോൾ തെറ്റായ വ്യവസ്ഥയോട് യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. തെറ്റിനെ വ്യാഖ്യാനിക്കുന്ന ഒരു ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറയുവാനുള്ള ആർജവം ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾ കൂടുതൽ നടമാടുന്നത്, കൂടുതൽ യുദ്ധങ്ങളും യുദ്ധക്ഷാമങ്ങളും ഉണ്ടാകുന്നത് എന്നത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇതുവരെ പ്രത്യാശയുടെ 4 പടികളെക്കുറിച്ച് പറഞ്ഞു. 1, വിശുദ്ധമായ നടപ്പ്. 2, സൂക്ഷ്മതയോടുള്ള നടപ്പ്. 3, സുസ്ഥിരമായ നടപ്പ്. 4, ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യുക. ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിക്കും. കൂടെ നിൽക്കുന്നവർ നമ്മളെ തള്ളിപ്പറയും, കൂടെ നിൽക്കുന്നവർ നമ്മളെ തഴയും. എന്നാൽ തളയാത്തവനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവമാണ് എന്നും എന്നേക്കും നമ്മെ നിലനിർത്തുന്നത് എന്ന ഒരു പ്രത്യാശ ഓരോ ദൈവവേദൻ്റെയും ജീവിതത്തിൽ ആവശ്യമാണ്. 5, കരുണാർദ്ദമായ നടപ്പ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. ഇവിടെ നമ്മൾ വായിച്ചതായ 5-ാമത്തെ പടി എന്ന് പറയുന്നത് കരുണാർദ്ദമായ നടപ്പ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ പറയും, നിങ്ങളിൽ ഒരുവൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ
ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ നിന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ഭക്തി. ഭക്തി ഉപരിപ്ലവവും ആത്മാർത്ഥതയില്ലാത്തതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ജൽപ്പനമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കരുണാർദ്ദമായ നടപ്പ് ആവശ്യമാണ്. പീഡിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയണം. ഒപ്പത്തിനൊപ്പമുള്ളവരോട് കൂടുന്ന കൂട്ടായ്മയല്ല പറയുന്നത്. പീഡിതരെയും ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാൻ കഴിയണം. മുറിവേൽക്കുന്ന ലോകത്തിൽ ജീവിതം ക്ഷണികമാണെന്ന് തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരെ ശരിയായി പരിഗണിക്കുവാൻ ഓരോ ദൈവ പൈതലിനും സാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മൈക്ക് കൂടെ ആയാലും എൻ്റെ ശബ്ദം നിങ്ങൾ നന്നായി കേൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണെന്നറിയാം. എന്നാൽ ഞാൻ പറയും, കരുണാർദ്ദമായ നടപ്പ് ദൈവം നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കാരണം ജനിച്ച് 4 വയസ്സുവരെ അമ്മ എന്ന് പറയുന്ന 2 അക്ഷരം പോലും പറയുവാൻ സാധ്യമല്ലാത്തതായ ഒരു സാഹചര്യങ്ങളിൽ ജനിച്ചതായ ഒരു പൈതലാണ് ഇന്ന് പ്രത്യാശയുടെ പടികളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കൈപ്പട്ടൂരിൻ്റെ പ്രദേശത്ത് പാവപ്പെട്ട വിശ്വാസ സമൂഹം ഒത്തൊരുമയോടെ പ്രാർത്ഥിച്ചപ്പോൾ 4 വയസ്സുവരെ സംസാരിക്കാതിരുന്ന ഞാൻ, ഒരു മാതാവ് തൻ്റെ കുഞ്ഞ് സംസാരിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എത്രമാത്രം വ്യാകുലതയും എത്രമാത്രം പ്രയാസങ്ങളും അനുഭവിക്കുന്നു എന്ന് നമുക്കറിയാം. കാരണം കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒക്കെ ഏണത്ത് വെച്ചതുകൊണ്ട് 4 വയസ്സുവരെ എൻ്റെ മാതാവ് എന്നെ വളരെ സൂക്ഷിച്ച് പരിപാലിച്ചു. അതിനപ്പുറമായി എൻ്റെ ദൈവം എന്നെ പുലർത്തി. അതാണ് ദൈവത്തിൻ്റെ കരുണാർദ്ദമായ നടപ്പ് എന്ന് പറഞ്ഞത്. എന്നാൽ മോശയെ വിടുവിച്ച ദൈവം യിരെമ്യാ പ്രവാചകൻ ബാലനായിരുന്നപ്പോൾ അവൻ്റെ വായിൽ വാക്കുകൾ കൊണ്ട് നിറച്ച ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവം കരുണാർദ്ദമായ നടപ്പോടെ എൻ്റെ ജീവിതത്തെ ചലിപ്പിക്കുവാൻ സാധിച്ചു. ചലനമറ്റവരെ ചലിപ്പിക്കുന്ന ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാൻ പാടില്ല പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 2001 മുതൽ ഞാൻ സുവിശേഷ വേലയിൽ വ്യാപൃതനാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞു. എന്നാൽ 2014 എൻ്റെ ജീവിതത്തിൽ മർത്തോമാ സഭയിൽ ഫരീദാബാദ് സെമിനാരിയിൽ നിന്ന് ഒരു വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ നടക്കൂ. മനുഷ്യൻ്റെ കണക്കൂട്ടലുകളല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി പ്രായപരിധിയിൽ 45 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ മർത്തോമാ സഭയിൽ റാന്നി നിൽക്കൽ ഭദ്രാസനത്തിൽ സുവിശേഷകനായി കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിയെ ഈ ഭൂമിയിൽ നടക്കും. നമ്മുടെ കണക്കൂട്ടലുകളല്ല, നമ്മുടെ മാർഗമല്ല ദൈവത്തിൻ്റെ മാർഗം. ദൈവത്തിൻ്റെ മാർഗം ശക്തിയുള്ളതാണ്, അത് തീഷ്ണതയുള്ളതാണ്, അത് മെനഞ്ഞെടുക്കുന്നതാണ്. അത് ഉരുവാകുന്ന അനുഭവങ്ങളിലും നമ്മെ മെനഞ്ഞെടുക്കുവാൻ മതിയായ ദൈവമാണ്. ഞാൻ പറയട്ടെ, എൻ്റെ കുടുംബജീവിതത്തിലും കരുണാർദ്ദമായ നടപ്പ് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ഭാര്യയ്ക്ക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു രോഗം ഉള്ള ആളായിരുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതിന് ശേഷം പെഗ്നൻ്റായി 6 മാസം കഴിഞ്ഞാൽ, ഇവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്, അല്ലെ സ്ത്രീകൾക്ക് അറിയാമല്ലോ. ഒരു സ്ത്രീ പെഗ്നൻ്റായി 6 മാസം കഴിഞ്ഞാൽ ആ സ്ത്രീ ജീവിതത്തിൽ ഈ അപസ്മാരം വരുന്നവർ ശരീരം അനങ്ങുകയും ചെയ്താൽ അബോർട്ടായി പോകാം. എന്നാൽ വലിയവനായ ദൈവം 6 മാസം കഴിഞ്ഞ് 10 മാസം വരെ പോറ്റി പുലർത്തിയ ദൈവമാണ്. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം സാക്ഷീകരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം ചലനമറ്റവരെ ജീവൻ്റെ തുടിപ്പുകളെ മനസ്സിലാക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് കരുണാർദ്ദമായ നടപ്പ്
നാം അനുഭവിക്കുന്ന നന്മകൾ എത്രമാത്രം നാം അനുഭവിക്കുന്നുവോ, എത്രമാത്രം നന്മകൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കർണാർത്ഥമായ നടപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരായ പാതയിൽ ജീവിക്കണമെങ്കിൽ ഒരു കർണാർത്ഥമായ നടപ്പ് ആവശ്യമാണ്. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലൂടെയാണ് പറഞ്ഞത്, കർണാർത്ഥമായ നടപ്പ്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത്, ഞാൻ യാക്കോബ് ശ്ലീഹായിൽ പറഞ്ഞു, നിങ്ങൾ ഒരുവൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്ന് നിരൂപിച്ചാൽ നിൻ്റെ ഭക്തി വ്യർത്ഥമാകുന്നു. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ് ഭക്തി. ഭക്തി ഉപരിപ്ലവവും ആത്മാർത്ഥതവും അല്ലാത്തതാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ജൽപ്പനമാണ്. പ്രാർത്ഥനകൾ ജൽപ്പനമായി തീരാതെ കർണാർത്ഥമായ നടപ്പ് ഒരു പ്രത്യാശയുള്ള ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെ ഞാൻ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 സൂക്ഷ്മതയോടുള്ള നടപ്പ്, 1 വിശുദ്ധമായ നടപ്പ്, 2 സൂക്ഷ്മതയോടുള്ള നടപ്പ്, 3 സുസ്ഥിരമായ നടപ്പ്, 4 ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യണം, 5 കർണാർത്ഥമായ നടപ്പ്, 6 സാക്ഷ്യമുള്ള ജീവിതം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പോൾ കത്ത് ശുശ്രൂഷയിൽ സമ്മതിക്കുവാൻ നാം മടി കാട്ടരുത്. സാക്ഷ്യം ലജ്ഞയ്ക്ക് സ്ഥാനമുണ്ടാക്കുന്നില്ല. നമ്മുടെ വാക്ക് നടപ്പിലാക്കണം. കർത്താവേ, ഈ ഒരു ദിവസം നീ എന്നെ പുലർത്തി, ഈ ഒരു ദിവസം എന്നെ സാക്ഷ്യത്തോടെ നിലനിർത്താൻ സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ദൈവത്തിന് മുമ്പാകെ നന്ദിയുള്ളവരായി സാക്ഷ്യമുള്ള ജീവിതമായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ സാക്ഷിച്ചാൽ മാത്രമേ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ സാക്ഷിക്കൂ. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും സാക്ഷ്യമുണ്ടാകണം. ഇന്ന് സാക്ഷ്യത്തിന് പകരം ഇന്ന് ഏർസാക്ഷയുടെ അനുഭവം. നമുക്കറിയാം, നമ്മുടെയൊക്കെ കതവിന് ഏർസാക്ഷ പഠിപ്പിക്കും. അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട്, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട്. ജീവിതത്തിൽ വ്യക്തതയുള്ളവർക്ക് മാത്രമേ സാക്ഷ്യത്തോടെ നിൽപ്പാൻ സാധിക്കൂ. അതിന് ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനും ദൈവസന്നിധിയിൽ ബലപ്പെടുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മ ധരിപ്പാനും ഒരു വിശ്വാസിക്ക് സാധിക്കുമ്പോഴാണ് സാക്ഷ്യമുള്ള ജീവിതം കെട്ടുപണി ചെയ്യുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രത്യാശയുള്ള ഒരുവൻ്റെ ശരീരത്തിലെ കണ്ണ് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ കാണുവാൻ സാധിക്കാവൂ. മറ്റുള്ളവരുടെ മുമ്പാകെ കുന്നായം കാണിക്കാനല്ല, മറ്റുള്ളവരുടെ മുമ്പാകെ പഴിചാരുവാനല്ല, മറ്റുള്ളവരുടെ മുമ്പാകെ വെറുപ്പിക്കാനല്ല. പിന്നെയോ പ്രത്യാശ നമ്മളിലുണ്ടാകണമെങ്കിൽ സാക്ഷ്യമുള്ള ജീവിതമുണ്ടാകണം. അപ്പോൾ സാക്ഷ്യമുള്ള ജീവിതമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വമുണ്ടാകണം. എങ്ങനെയാണ് വ്യക്തിത്വം ഉണ്ടാകുക? ശരീരവും മനസ്സും ആത്മാവും ഒന്നിപ്പിക്കുന്നതായ ഒരു അനുഭവം ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രത്യാശയുള്ളവൻ്റെ ജീവിതത്തിൽ വ്യക്തിത്വം ഉണ്ടാകണം. നമുക്കറിയാം, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ പേഴ്സണാലിറ്റി, മലയാളത്തിൽ വ്യക്തിത്വം. ഇപ്പം നമ്മുടെ ആളുകൾ ഇച്ചിരിയുടെ ശൈലി മാറ്റി വ്യക്തിത്വ സമഗ്ര വികസനം എന്നൊക്കെ പറയും. ഞാൻ പറയുന്നു, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇതിൻ്റെ അർത്ഥം മുഖംമൂടി എന്നാണ്, മാസ്ക്. നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ
നമ്മളെല്ലാം മാസ്ക് വച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മുഖംമൂടി വെച്ചുകൊണ്ടുള്ള ജീവിതമാകരുത് നിൻ്റെ ജീവിതം. നിന്നെ മെനഞ്ഞവനും നിന്നെ സൃഷ്ടിച്ചവനും നിൻ്റെ അഖിലാണ്ടത്തിന് നാഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്കൊരു വ്യക്തിത്വം നൽകിയവനായ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മുമ്പാകെ മൂടുപടങ്ങളെ മായ്ച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകേണ്ടത് ആവശ്യമാണ്. മുഖം മൂടി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. പ്രത്യാശയുള്ള ആൾ, നമുക്കറിയാം ഇംഗ്ലീഷിലും മലയാളത്തിലും 2 വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് മലയാളത്തിൽ ശീലം, നല്ല ശീലം, ദുഷിച്ച ശീലം എന്നൊക്കെ പറയും. നല്ല ശീലം, നല്ല സ്വഭാവം എന്ന് പറയുന്നത് പോലെ പേഴ്സണാലിറ്റിയുള്ള ദൈവമക്കൾ, പ്രത്യാശയുള്ള ദൈവമക്കൾ, സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ 2 വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ക്യാരക്ടർ, മറ്റൊന്ന് ഹാബിറ്റ്. അതിൽ ഹാബിറ്റ് എന്നതിൻ്റെ എച്ച് മാറ്റിയാൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം. ഇങ്ങനെ ഒരു കഷ്ണമായി പലതും നമ്മുടെ മനസ്സിൽ പൊങ്ങി നിൽക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം. നമ്മുടെ ജീവിതം ദൈവം നൽകിയതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ക്യാരക്ടർ അല്ലെങ്കിൽ ഹാബിറ്റ്. സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ ആളുകൾ ഇന്ന് ഒരു കഷ്ണമായി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പല പ്രശ്നങ്ങൾക്കും അതാണ് കാരണമാകുന്നത്. അങ്ങനെ കാരണമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 38 വേദപുസ്തകത്തിൽ 38 സംവത്സരം കുളക്കരയിൽ കിടന്നവൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ നീ എന്നെ കാണാതെ കടന്നു പോകരുതേ. 38 സംവത്സരം പ്രാർത്ഥിച്ചു, തമ്പുരാനെ നീ എന്നെ കാണാതെ കടന്നു പോകരുതേ. എന്നാൽ അനവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് മുമ്പായി മറ്റു പലരും പോകുകയും അവിടെ കുളം കലങ്ങുകയും ചെയ്തതായ സാഹചര്യങ്ങൾ വന്നു. എന്നാൽ നമുക്കറിയാം, ആ കുളം ബത്സൈദ എന്ന വാക്കിൻ്റെ അർത്ഥം കരുതലിൻ്റെ ഭവനം. കരുതലിൻ്റെ ഭവനത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കരുതലുള്ളവർ നല്ല ശീലമുള്ളവരാണ്, നല്ല സ്വഭാവമുള്ളവരാണ്. ചില കഷ്ണങ്ങളായി പൊങ്ങി നിവർന്നു നിന്ന് പലതിനും തടസ്സം സൃഷ്ടിക്കുന്ന അനുഭവങ്ങളായി നമ്മൾ തീരരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആകയാൽ നിർമ്മതരായി യേശുക്രിസ്തുവിങ്കൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ജീവിക്കണമെങ്കിൽ ഒരു പ്രത്യാശയുള്ള ദൈവ പൈതലിൻ്റെ 6 നടപടികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1 വിശുദ്ധമായ നടപ്പ്, 2 സൂക്ഷ്മതയുള്ള നടപ്പ്, 3 സുസ്ഥിരമായ നടപ്പ്, 4 ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളോട് യുദ്ധം ചെയ്യണം, 5 കരുണാർദ്ദമായ നടപ്പ്, 6 സാക്ഷ്യമുള്ള ജീവിതം. ഓരോ സാക്ഷ്യവും മറ്റൊരു സാക്ഷ്യത്തിന് ഉളവാക്കുന്നതാകണമെങ്കിൽ, നമ്മുടെ ജീവിതം ഫലവത്താകണമെങ്കിൽ, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന അനുഭവമാകണം ഓരോ പ്രത്യാശയുള്ള ദൈവ പൈതലിനും. ആ ആത്മാവിൻ്റെ ഫലങ്ങളിൽ തന്നെ 3 തലമുണ്ട്. 1 സമൂഹത്തിലുള്ളത്, 1 നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വേണ്ടത്, 1 നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ രൂപപ്പെടേണ്ടത്. 3, 3, 9 3 തലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ടോ, സമൂഹത്തിന് പ്രാധാന്യമുണ്ടോ, കുടുംബജീവിതത്തിന് പ്രാധാന്യമുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പ്രത്യാശയുള്ള ഒരു പുതുവർഷത്തിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും പൂക്കില്ല എന്ന് പറയുന്ന കല്ലുമുടി ചെടി പൂക്കും, ഇളമുളം കാടുകളും പൂക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട കല്ലുമുടി ചെടിയും പൂക്കും. എന്നാൽ അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത മനുഷ്യഹൃദയങ്ങളെ
പൂക്കുവാൻ വചനത്തോട് സഹകരിപ്പാനും വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നതാണെന്നും വചനം അനുതാപത്തോടെ രൂപപ്പെടുത്തുന്നതാണെന്നും വചനം നമ്മളെ തന്നെ വിരൽ ചൂണ്ടുന്നതാണെന്നും മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവകൃപകൾക്ക് ഉതകത്തക്ക രീതിയിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ.